മോഡൽ എക്സാമിൻ്റെ 17ാമത്തെ ചോദ്യമാണ്. ദ വാല്യൂ ഓഫ് സീക്ക് സ്ക്വയർ 2 മൈനസ് ടാൻ സ്ക്വയർ 2 ഈസ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണ പറയുന്ന ആംഗിളൊന്നുമല്ല, 2 എന്ന് പറയുന്ന ഒരു ആംഗിളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റിസൾട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ 1-2 റിസൾട്ട് പഠിച്ചിരിക്കുന്നത് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്നുള്ള റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന 2 റിസൾട്ടുകളാണ് 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സും 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു കൊസീക്ക് സ്ക്വയർ എക്സും. അപ്പോൾ ഇതിൽ നിന്ന് ആ സെക്കൻഡ് റിസൾട്ട് നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ്. ഈ ടാൻ സ്ക്വയർ എക്സിനെ റൈറ്റ് സൈഡിലേക്ക് എടുത്ത് 1 ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താണ്, സീക്ക് സ്ക്വയർ എക്സിൽ നിന്ന് ടാൻ സ്ക്വയർ എക്സ് മൈനസ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ അവിടെ പ്രത്യേകത, ഇവിടെ എക്സ് വന്നാൽ ഇപ്പുറത്തും അതേ ആംഗിൾ എക്സ് വരണം. അപ്പോൾ സീക്ക് സ്ക്വയർ 2 മൈനസ് ടാൻ സ്ക്വയർ 2ൻ്റെ വാല്യൂവും ഇവിടെ 2 സെയിം ആയിട്ടല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സിൽ ആൻസർ ഏതാണ്, ഡി ആണ് കറക്റ്റ് ഓപ്ഷനിൽ വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദി ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ സീക്ക് എക്സ്. സീക്ക് എക്സിൻ്റെ ഡൊമൈനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സീക്ക് എക്സിൻ്റെ ഡൊമൈൻ ഒന്നെങ്കിൽ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ലോജിക്ക് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം സൈൻ എക്സിൻ്റെ ഡൊമൈൻ പറയാം. സൈൻ എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സാണ്. കോസ് എക്സിൻ്റെ ഡൊമൈനും സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സാണ്. ഇനി ഇവരുടെ റേഞ്ചും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇവരുടെ രണ്ടിൻ്റെയും റേഞ്ച്, സൈൻ വാല്യൂയും കോസ് വാല്യൂയും ഈസ് ഓൾവേസ് ഇൻ ബിറ്റ്വീൻ -1 ആൻഡ് 1. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1. ഇനി നമ്മൾ ടാൻ എക്സിൻ്റെ ഡൊമൈൻ പറയുമ്പോൾ ഈ ടാൻ എക്സിൻ്റെ പ്രത്യേകത എന്താണ്, ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. അപ്പോൾ പ്രത്യേകത, ഡിനോമിനേറ്റർ 0 വരാൻ പാടില്ല. അപ്പോൾ കോസ് എക്സിൻ്റെ വാല്യൂ 0 വരുന്നത് എവിടെ, കോസ് എക്സിൻ്റെ വാല്യൂ 0 വരുന്നത് എപ്പോഴൊക്കെയാണ്, 90 ഡിഗ്രി, 270 ഡിഗ്രി, പിന്നെ 450 ഡിഗ്രി എക്സെട്ര. അതായത് 90യുടെ ഓഡ് മൾട്ടിപ്പിളാണ് 90 × 1, 90 × 3, 90 × 5. ഇതേപോലെ നെഗറ്റീവ് ഉണ്ട് കേട്ടോ, -90, -270, -450 എന്നൊക്കെ. അപ്പോൾ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 90, ഈ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 90നെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്, ഓഡ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് 2n+1 എന്ന് എഴുതുന്നത്, ഇൻറ്റു π/2. π/2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. അപ്പോൾ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 90 ഡിഗ്രി എങ്ങനെ എഴുതും, 2n+1 ഇൻറ്റു π/2 എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ കോസ് എക്സിൻ്റെ വാല്യൂ 0 വരുന്നത് ഓഡ് മൾട്ടിപ്പിളിൽ. അപ്പോൾ ഈ ടാൻ എക്സിൻ്റെ വാല്യൂസ് എടുക്കുമ്പോൾ ഈ എക്സ് ആയിട്ട് ഏത് നമ്പേഴ്സ് പറ്റില്ല, 2n+1 ഇൻറ്റു π/2 പറ്റില്ല. അപ്പോൾ ടാൻ എക്സിൻ്റെ ഡൊമൈൻ നമ്മൾ പറയുന്നത് എല്ലാ റിയൽ നമ്പേഴ്സും എഴുതാം, എക്സെപ്റ്റ് ആരും ഒഴിവാക്കണം, 2n+1 ഇൻറ്റു π/2 വേർ n ഈസ് ആൻ എലമെൻറ്റ് ഓഫ് z. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത കൊസീക്ക് എക്സ് എഴുതണം, സീക്ക് എക്സ് എഴുതണം, കോട്ട് എക്സ് എഴുതണം. അപ്പോൾ അതിൽ സീക്ക് എക്സ് പറയാം. ഈ സീക്ക് എക്സ് എന്താ, ഈ സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ 1/cos x ആണ്, 1/cos x ആണ്. അപ്പോൾ ഇവിടെയും ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല, അതായത് കോസ് എക്സിൻ്റെ വാല്യൂ 0 വരാൻ പാടില്ല. ഈ സെയിം റിസൾട്ട് കോസ് എക്സിൻ്റെ വാല്യൂ 0 വരുന്ന എപ്പോഴാണ്, +or-90, +270, +450, അതായത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 90 ഡിഗ്രി. ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 90 ഡിഗ്രീനെ നമ്മൾ എഴുതുന്നതാണ് 2n+1 ഇൻറ്റു π/2. അപ്പോൾ ഈ സീക്ക് എക്സിൻ്റെ ഡൊമൈൻ എഴുതുമ്പോഴും എല്ലാ റിയൽ നമ്പേഴ്സും വരും, ആരും ഒഴിവാക്കണം, ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2. അപ്പോൾ 2n+1 ഇൻറ്റു π/2നെ നമ്മൾ മൈനസ് ചെയ്യണം, വേർ n ഈസ് ആൻ എലമെൻറ്റ് ഓഫ് z. അപ്പോൾ നമ്മുടെ ആൻസറായി ഏതാണ്, ബി ആണ് ആൻസർ. ഇനി ഈ സീക്ക് എക്സും കൊസീക്ക് എക്സും കോട്ട് എക്സും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഈ കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ 1/sin x ആണ്. അപ്പോൾ ആര് 0 വരാൻ പാടില്ല, സൈൻ എക്സ് 0 വരാൻ പാടില്ല. ഈ സൈൻ എക്സ് 0 വരുന്നത് എപ്പോഴാണ്, 180 ഡിഗ്രി, 360 ഡിഗ്രി, 540 ഡിഗ്രി,
പിന്നെ ഇവരുടെയൊക്കെ നെഗറ്റീവ് ഉണ്ട് കേട്ടോ. അപ്പോൾ പ്ലസ് ഓർ മൈനസ് ഇട്ട് എഴുതാം. അതായത് 180 × 1, 180 × 2, 180 × 3, അതായത് 180യുടെ എല്ലാ മൾട്ടിപ്പിളും 1, 2, 3 മൾട്ടിപ്പിൾസ് എല്ലാം വരും. അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 180, അപ്പോൾ 180യുടെ മൾട്ടിപ്പിളിനെ 180നെ നമ്മൾ പൈ എന്ന് എഴുതും, മൾട്ടിപ്പിൾസ് ഓഫ് 180നെ n പൈ എന്ന് എഴുതും. അതായത് 1 × π, 2 × π, 3 × π എന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പോൾ സൈൻ എക്സിന് ഏത് വാല്യൂസ് എടുക്കാൻ പറ്റില്ല? n പൈ വാല്യൂസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സും എഴുതാം, എക്സെപ്റ്റ് ആരെ ഒഴിവാക്കണം? n പൈ, വേർ n is an element of z. ഓക്കെ, അതേപോലെ കോട്ടെക്സും. ഈ കോട്ടെക്സ് എന്താ സാധനം? കോട്ടെക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡിനോമിനേറ്റർ 0 വരാൻ പാടില്ല. ഡിനോമിനേറ്ററിൽ സൈൻ എക്സ് ആണ്, സൈൻ എക്സ് 0 വരുന്നത് n പൈയിലാണ്. അപ്പോൾ ഇവിടെ വരുന്നത് എല്ലാ റിയൽ നമ്പേഴ്സും എക്സെപ്റ്റ് n പൈ, n is an element of z. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. സൈൻ എക്സും കോസ് എക്സും റിയൽ നമ്പറാണ്. ടാൻ എക്സിനും സീക്ക് എക്സിനും ഡൊമൈൻ സെയിം ആണ്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് മൈനസ് 2n + 1 × π/2. കൊസീക്ക് എക്സിനും കോട്ട് എക്സിനും ഡൊമൈൻ സെയിം ആണ്. റിയൽ നമ്പേഴ്സ് മൈനസ് n പൈ, വേർ n is an element of z. അപ്പോൾ ഇതിൻ്റെ കൂടെ 2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം.